എല്ലാവർക്കും അപെക്സ് കോച്ചിങ് ഹബിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ മാത്സിനകത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് സമയം, ദൂരം, വേഗതയാണ് അല്ലെ. സമയം, ദൂരം, വേഗത, ടൈം, ഡിസ്റ്റൻസ്, സ്പീഡ്. അതിനകത്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് 4 ടൈപ്പ് ചോദ്യങ്ങളാണ് വരുന്നത്. 4 ടൈപ്പ് ചോദ്യങ്ങൾ, 3 ടൈപ്പ് കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചു. പിന്നെ അതിന് ബാക്കിയുള്ളതാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഞാൻ ആദ്യം ഒന്ന് ബ്രീഫ് ആയിട്ട് ആ 3 ടൈപ്പ് പറയുകയാണ്. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ സമയം, ദൂരം, വേഗത. അതിൽ വേഗത എന്ന് പറയുന്ന കൺസെപ്റ്റിന് 3 യൂണിറ്റ് പറയാറുണ്ട്. കിലോമീറ്റർ പെർ അവർ, മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ പെർ മിനിറ്റ്. അപ്പൊ ഈ തന്നിരിക്കുന്ന 3 യൂണിറ്റുകൾ നമുക്ക് പരസ്പരം മാറ്റേണ്ടി വരും. അങ്ങനെ മാറ്റുന്ന ചോദ്യങ്ങളാണ് ടൈപ്പ് 1 ഉൾപ്പെടുത്തിയത്. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ ദൂരം കാണേണ്ടി വരും, സമയം കാണേണ്ടി വരും, വേഗത കാണേണ്ടി വരും. അപ്പൊ അതിന്റെ ഡയറക്റ്റ് ചോദ്യങ്ങൾ വരുന്നതാണ് ടൈപ്പ് 2. നമ്മൾ DTS ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചിട്ടാണ് ആ ടൈപ്പ് ചെയ്തത്. അവിടെ നമ്മൾ റാങ്ക് മേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് 2 മോഡൽ ചോദ്യങ്ങൾ പിന്നെയും ചെയ്തിട്ടുണ്ട്. അതായത് യാത്രയ്ക്ക് ഇടയ്ക്കായിട്ട് വിശ്രമം എടുക്കുന്ന ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോൺസിക്യൂട്ടീവ് ആയിട്ട് ഒരേ അകലത്തിലുള്ള മരങ്ങളോ ടെലിഫോൺ പോസ്റ്റോ അതിന് പാരലലായി സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ വേഗതയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ടൈപ്പ് 3 ശരാശരി വേഗതയാണ്. ശരാശരി വേഗത. ശരാശരി വേഗതയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ശരാശരി കാണാനായിട്ട് സാധാരണ എടുക്കാറുള്ള ഇക്വേഷൻ തുക ബൈ എണ്ണമാണ്. പക്ഷെ ശരാശരി വേഗതയിൽ ഒരിക്കലും ആ ഇക്വേഷൻ നോട്ട് ചെയ്യരുത്. മറിച്ച് ശരാശരി വേഗത കാണാനായിട്ട് 3 രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരാറുള്ളത്. 3 രീതിയിൽ: ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിക്കുന്നത്, ഒരേ ദൂരം 3 വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിക്കുന്നത്, വ്യത്യസ്ത ദൂരം വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിക്കുന്നത്. ഇപ്പോ ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗതയാണെങ്കിൽ 2xy by x plus y എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ നോട്ട് ചെയ്യുക അല്ലെ. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഞാനൊന്ന് ബ്രീഫ് ആയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് ഒരേ ദൂരം 3 വ്യത്യസ്ത വേഗതയാണെങ്കിൽ എന്താ പറയുന്നത്, 3xyz divided by xy plus yz plus x എന്നാണ്. നിങ്ങൾ എഴുതുന്നില്ല, നിങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതാണ്, മുൻകാല ചോദ്യങ്ങളൊക്കെ ചെയ്തതാണ്. മൂന്നാമതായിട്ട് വ്യത്യസ്ത ദൂരം വ്യത്യസ്ത വേഗതയാണ്. അപ്പൊ വ്യത്യസ്ത ദൂരം വ്യത്യസ്ത വേഗതയിൽ വന്നു കഴിഞ്ഞാൽ ആകെ ദൂരം ബൈ ആകെ സമയം, ആ ഒരു ഇക്വേഷനിലൂടെ നമുക്ക് ശരാശരി വേഗത കണ്ടുപിടിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സെഷനാണ് പറയാൻ പോകുന്നത് ടൈപ്പ് 4. 4ാമത്തെ മോഡൽ ചോദ്യമാണ് ടൈപ്പ് 4. അപ്പൊ ഈ ടൈപ്പ് 4 എഴുതുന്ന സമയത്ത് സമയ വ്യത്യാസം ഒന്ന് ബ്രാക്കറ്റിൽ അതുകൂടി എഴുതണം. സമയ വ്യത്യാസം, ടൈം ഇന്റർവൽ ചോദ്യങ്ങളാണ്, സമയ വ്യത്യാസത്തിന്റെ ചോദ്യങ്ങളാണ്. ഇത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 2014 BEO സിവിൽ എക്സൈസ് ഓഫീസർ ഒരുപാട് പരീക്ഷകളിൽ വന്നതാണ്. കഴിഞ്ഞ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ ആ പരീക്ഷയിലൊക്കെ സമയ വ്യത്യാസത്തിന്റെ ചോദ്യങ്ങളാണ് PS ചോദിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഞാൻ ഒരു ചോദ്യം ആദ്യം ബോർഡിൽ എഴുതുകയാണ്. ആ ചോദ്യം പറഞ്ഞിട്ട് നമുക്ക് എന്താണ് ഈ സമയ വ്യത്യാസം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയാം. അപ്പൊ ചോദ്യം എഴുതിക്കോളൂ. ഡൽഹിയിൽ നിന്നും ഒരു തീവണ്ടി രാവിലെ 9 മണിക്ക് ഡൽഹിയിൽ നിന്നും ഒരു തീവണ്ടി രാവിലെ 9 മണിക്ക് 25 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ പുറപ്പെട്ടു. ഡൽഹിയിൽ നിന്നും ഒരു തീവണ്ടി രാവിലെ 9 മണിക്ക് 25 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ പുറപ്പെട്ടു. ഉച്ചയ്ക്ക് 2 മണിക്ക് അതേ ദിശയിലേക്ക് മറ്റൊരു തീവണ്ടിയും 35 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ പുറപ്പെട്ടു. ചോദ്യം ഇങ്ങനെയാണ്: ഡൽഹിയിൽ നിന്നും ഒരു തീവണ്ടി രാവിലെ 9 മണിക്ക് 25 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ പുറപ്പെട്ടു. ഉച്ചയ്ക്ക് 2 മണിക്ക് അതേ ദിശയിലേക്ക് മറ്റൊരു തീവണ്ടിയും 35 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ പുറപ്പെട്ടു. ചോദ്യം ഇങ്ങനെയാണ്: ഡൽഹിയിൽ നിന്നും
എത്ര ദൂരം അകലെ വെച്ചാണ്, ഡൽഹിയിൽ നിന്നും എത്ര ദൂരം അകലെ വെച്ചാണ് ഇരു തീവണ്ടികളും, ഡൽഹിയിൽ നിന്നും എത്ര ദൂരം അകലെ വെച്ചാണ് ഇരു തീവണ്ടികളും ഒരുമിച്ച് വരുന്നത്? ഡൽഹിയിൽ നിന്നും എത്ര മീറ്റർ അകലെ വെച്ചാണ് ഇരു തീവണ്ടികളും ഒരുമിച്ച് വരുന്നത്? അപ്പോ ആദ്യമായിട്ട് പറയാനുള്ളത്, സമയ വ്യത്യാസത്തിന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഒരല്പം വലുപ്പം കൂടുതൽ വേണം. അത് കണ്ടൊന്നും പേടിക്കേണ്ട, കണ്ടുപിടിക്കാൻ ഒരു 10 സെക്കൻഡിൽ കൂടുതൽ സമയം നിങ്ങൾക്ക് വേണ്ട. അപ്പോ ഡൽഹിയിൽ നിന്നും ഒരു തീവണ്ടി രാവിലെ 9 മണിക്ക് 25 കിലോമീറ്റർ വേഗത്തിൽ പുറപ്പെട്ടു. ഉച്ചയ്ക്ക് 2 മണിക്ക് അതേ ദിശയിലേക്ക് മറ്റൊരു തീവണ്ടി 35 കിലോമീറ്റർ വേഗത്തിൽ പുറപ്പെട്ടു. ഡൽഹിയിൽ നിന്നും എത്ര ദൂരം അകലെ വെച്ചാണ് ഇരു തീവണ്ടികൾ ഒരുമിച്ച് വരുന്നത്? ഞാൻ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കുന്നത് പറയുന്നതിന് മുമ്പേ, ഇപ്പൊ നിങ്ങൾ ഒരുപാട് മോഡൽ പഠിച്ചു കഴിഞ്ഞു, ശരാശരി വേഗത പഠിച്ചു, അതിനകത്ത് 3 ഇക്വേഷൻസ് പഠിച്ചു. DTS ട്രയാങ്കിൾ പറഞ്ഞ സമയത്ത് 2 എക്സെപ്ഷണൽ കേസും പഠിച്ചു. അതായത് ഒരുപാട് മോഡൽ അല്ലെങ്കിൽ ഒരുപാട് വെറൈറ്റി ചോദ്യങ്ങൾ പഠിച്ചൊരു മേഖലയാണ് സമയ വേഗത. അപ്പോ പരീക്ഷാ ബോർഡിൽ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആ ചോദ്യത്തിനെ ഇതുപോലെ ഈ ഒരു കാറ്റഗറൈസ് ചെയ്യണമെങ്കിൽ നല്ല ധാരണ വേണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ സമയ വ്യത്യാസം എന്ന കൺസെപ്റ്റിലെ ചോദ്യങ്ങളെ കാറ്റഗറൈസ് ചെയ്തത്? ഈ ഒരു ചോദ്യങ്ങൾക്ക് പരീക്ഷാ ബോർഡിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് സമയ വ്യത്യാസമാണോ, ഇത് ശരാശരി വേഗതയാണോ, ഇത് DTS ട്രയാങ്കിളിന്റെ ഡയറക്റ്റ് ചോദ്യമാണോ, ആ രീതിയിലൊക്കെ കാറ്റഗറൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കാം, സമയ വ്യത്യാസത്തിലെ ചോദ്യങ്ങളെ എങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ. ഇങ്ങനെയാണ് ഈ ചോദ്യത്തിൽ പറയുന്നത്, രാവിലെ 9 മണിക്ക് 9 AM എഴുതാണ്, 9 AM ഒരു ട്രെയിൻ പോവാണ്. അതിന്റെ സ്പീഡ് 25 km/h ആണ്. അതായത് 9 മണിക്ക് പോകുന്ന തീവണ്ടിയുടെ വേഗത 25 km/h ആണ്. രണ്ടാമതായിട്ട് അതേ ദിശയിലേക്ക് മറ്റൊരു തീവണ്ടി പോകുന്നുണ്ട്. ആ സമയം ഉച്ചയ്ക്ക് 2 മണിയാണ്, എന്ന് പറഞ്ഞാൽ 2 PM ആണ്. അപ്പൊ രാവിലെ 9 മണിക്ക് പോകുന്ന തീവണ്ടിയുടെ വേഗത 25 km/h ആണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് പോകുന്ന തീവണ്ടിയുടെ വേഗത 35 km/h ആണ്. 35 km/h ആണ്. ശ്രദ്ധിക്കട്ടോ, സമയ വ്യത്യാസത്തിന്റെ ഏതൊരു ചോദ്യം നമ്മൾ പരിഗണിച്ചാലും അതിനകത്ത് ഇതുപോലെ 2 വാഹനങ്ങൾ അല്ലെങ്കിൽ 2 വേഗതകൾ ആ ചോദ്യത്തിൽ ഉണ്ടായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എങ്ങനെയാണ്, 2 വേഗതകൾ ഉണ്ടെങ്കിലും ആ 2 വാഹനങ്ങളും പുറപ്പെടുന്നത് ഒരുമിച്ചായിരിക്കില്ല. ഒരു വാഹനം പോയി കുറച്ച് സമയത്തിന് ശേഷമായിരിക്കും അടുത്ത വാഹനം പോകുന്നത്. ഇവിടെ തന്നെ ആദ്യത്തെ പോകുന്നത് 9 മണിക്ക്, അടുത്തത് പോകുന്നത് 2 മണിക്ക്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കാം, 2 വാഹനങ്ങള് വ്യത്യസ്ത സമയങ്ങളിലായിട്ട് പുറപ്പെടുന്ന എല്ലാ ചോദ്യവും സമയ വ്യത്യാസത്തിന്റെ ചോദ്യങ്ങളായിട്ട് വേണം നമ്മൾ പരിഗണിക്കാൻ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ആവശ്യമുള്ള ആളുകൾ അവരവരുടെ ഭാഷയിൽ എഴുതിയിരിക്കാൻ ശ്രദ്ധിക്കാം. 2 വാഹനങ്ങള് വ്യത്യസ്ത സമയങ്ങളിൽ പുറപ്പെടുന്ന ചോദ്യങ്ങളെല്ലാം സമയ വ്യത്യാസത്തിന്റെ ചോദ്യങ്ങളായിട്ട് വേണം പരിഗണിക്കാൻ. ഇവിടെ ഒന്ന് 9 മണിക്കാണ്, അടുത്ത് 2 മണിക്കാണ്. ഇനി ഒന്ന് നോക്കണം, ഈ രാവിലെ പോയ ട്രെയിനിന്റെ വേഗത 25 km/h. രണ്ടാമത് പോകുന്ന തീവണ്ടിയുടെ വേഗത ഒരു അല്പം കൂടുതലാണ് അല്ലെ? ആദ്യത്തെ 25 ആണ്, രണ്ടാമത്തെ 35 ആണ്. അപ്പൊ സമയ വ്യത്യാസത്തിലെ എല്ലാ ചോദ്യങ്ങളിലും ഈ ഒരു രീതിയിൽ വരാം. രണ്ടാമതായിട്ട് പോകുന്ന വാഹനത്തിന്റെ വേഗത ഒരു അല്പം കൂടുതലായിരിക്കും. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഇത് രണ്ടും ഒരേ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഒരേ ദിശയിലേക്കാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരേ ദിശയിലേക്ക് ഒരു ട്രെയിൻ പോകുന്നു. കുറച്ച് സമയത്തിന് ശേഷം അതേ ദിശയിലേക്ക് മറ്റൊരു ട്രെയിൻ ഒരു അല്പം സ്പീഡിൽ പോകുന്നു. അപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് അവസാനിക്കാതെ ഇതിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ വേഗത കൂടിയ ട്രെയിന് ഒരുപാട് സമയങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ട് എവിടെ എത്തും? ഈ വേഗത കുറഞ്ഞ ട്രെയിനിന്റെ സിമ്പിൾ ലോജിക് ആണ് അല്ലെ? ഒരു ട്രെയിൻ ഇങ്ങനെ പോകുന്നു, ഒരല്പം കഴിഞ്ഞിട്ട് വേഗത്തിൽ മറ്റൊരു ട്രെയിൻ വരുന്നു. അപ്പൊ എന്തായാലും ഈ വേഗതയിലെ ട്രെയിന് ഒരുപാട് ദൂരത്തിന് ശേഷം വേഗത കുറഞ്ഞ ട്രെയിനിന്റെ അടുത്തെത്തും. അതിന് എത്ര ദൂരം സഞ്ചരിക്കണം? അതാണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം. വേഗത കൂടിയ ഈ ട്രെയിന് വേഗത കുറഞ്ഞ ഈ ട്രെയിനിന്റെ അടുത്തേക്ക് എത്താനായിട്ട് എത്ര ദൂരം സഞ്ചരിക്കണം? ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഫ്രീയാണ്. സമയ വ്യത്യാസത്തിന്റെ ചോദ്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 2 വാഹനങ്ങൾ വ്യത്യസ്ത സമയങ്ങളിൽ പുറപ്പെടുന്ന ചോദ്യങ്ങളാണ് സമയ വ്യത്യാസത്തിന്റെ ചോദ്യം. അതിൽ രണ്ടാമതായിട്ട് പുറപ്പെടുന്നതിന് വേഗത എപ്പോഴും കൂടുതലായിരിക്കും. രണ്ടാമത്തെ വാഹനം ഒന്നാമത്തെ വാഹനത്തിന്റെ അടുത്തെത്താൻ എടുക്കുന്ന സമയം എത്ര അല്ലെങ്കിൽ ദൂരം എത്ര, അതാണ് സാധാരണ ചോദിക്കുക, സമയം അല്ലെങ്കിൽ ദൂരം.
അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഇക്വേഷൻസും കാര്യങ്ങളും ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ഒരു ചെറിയ കൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ചെറിയൊരു ഇക്വേഷൻ മാത്രമേ ഇവിടെ പഠിക്കാനുള്ളൂ. ശരാശരി വേഗത പഠിച്ചതുപോലെ 3ഓ അതിലധികമോ ഇക്വേഷൻസ് ഒന്നും വരുന്ന ഒരു മേഖലയല്ല ഇത്. ആകെ ഒരേ ഒരു ഇക്വേഷൻ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതൊന്ന് വിളിക്കണ്ടോ. ഇങ്ങനെയാണ് d ഈ d എന്ന വേരിയബിൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. d എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, അഥവാ ദൂരമാണ്. അപ്പൊ സംഭവം ഇതാണ്, രണ്ടാമത്തെ വാഹനം ഒന്നാമത്തെ വാഹനത്തിന്റെ അടുത്തെത്താൻ എടുക്കുന്ന ദൂരം, ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ്. ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് s1 into s2, സ്പീഡ് 1 സ്പീഡ് 2 എന്നാണ് ഉദ്ദേശിച്ചത്, ഡിവൈഡഡ് ബൈ s1 into s2 ഡിവൈഡഡ് ബൈ s1 minus s2, s1 into s2 divided by s1 minus s2 into ഇത് ഒരു സ്പേസ് കുറവാണ്, ഞാൻ താഴേക്കാണ് എഴുതുന്നത്, ശ്രദ്ധിക്കണം. ഇൻറ്റു സമയ വ്യത്യാസം, അതല്ലെങ്കിൽ ഞാൻ ഇവിടെ എഴുതാം, ശ്രദ്ധിക്കാം. s1 into s2 divided by s1 minus s2 into സമയ വ്യത്യാസം. അപ്പോൾ ആകെ ഈ ഒരു ഇക്വേഷൻ മാത്രമേ നിങ്ങൾക്ക് ടൈം ഇന്റർവെൽ അഥവാ സമയ വ്യത്യാസം എന്ന് പറയുന്ന സെക്ഷനകത്ത് പഠിക്കാനുള്ളൂ. ഓക്കെ, s1 into s2 by s1 minus s2 into ടൈം ഇന്റർവെൽ അഥവാ സമയ വ്യത്യാസം. ഇനി ഇതിൽ യാതൊരു സംശയവും വേണ്ട. s1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ വേഗത പരിഗണിക്കരുത്. s1 എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് കൂടിയ വേഗത ആയിരിക്കും. ഞാൻ അവിടെ സൈഡിൽ എഴുതാണ്, s1 എന്ന് പറഞ്ഞാൽ കൂടിയ വേഗതയാണ് s1. s2 എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വേഗത. അപ്പൊ അത് മാറിപ്പോകുന്നത്. s1 എന്ന് പറഞ്ഞാൽ കൂടിയ വേഗത, s2 എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വേഗത. ഇത് നിങ്ങൾക്ക് ഈ ചോദ്യം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഇവിടെ നോക്കുക, ഏതാണ് s1 ആയിട്ട് പരിഗണിക്കുക? s1 എന്ന് പറഞ്ഞാൽ എന്താ? കൂടിയ വേഗത. അപ്പൊ ഈ രണ്ട് വേഗതയില്ല, s1 ആയിട്ട് നമുക്ക് 35 പരിഗണിക്കാം, s2 ആയിട്ടോ 25 ആണ് അല്ലെ. ഇനി സമയ വ്യത്യാസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. സമയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സംശയം വേണ്ട, ഇതാണ്. രാവിലെ 9 മണിക്ക് ഒരു ട്രെയിൻ പോകുന്നു, 9 മണിക്ക് ഒരു തീവണ്ടി പോയിട്ടുണ്ട്, ഉച്ചയ്ക്ക് 2 മണിക്ക് മറ്റൊരു തീവണ്ടി പോവാണ്. അതായത് എത്ര സമയത്തിനു ശേഷം, അല്ലെങ്കിൽ ഈ രണ്ട് സമയങ്ങൾ തമ്മിലുള്ള ഇന്റർവെൽ അത് എത്രയാണ്, അതാണ് സമയ വ്യത്യാസം കൊണ്ട് ഉദ്ദേശിച്ചത്. നമുക്ക് ഇങ്ങനെ കാണാം, 9 മണി കഴിഞ്ഞാൽ 10 മണി, 11 മണി, 12 മണി, 1 മണി, 2 മണി. കണ്ടോ, 5 മണിക്കൂർ കഴിഞ്ഞു. 9 മണി കഴിഞ്ഞാൽ 10, 11, 12, 1, 2. അപ്പോ എത്ര മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ എത്ര സമയത്തിന് ശേഷം എന്നത് വേണം നിങ്ങൾ കണ്ടെത്താൻ. അത് ഞാനിവിടെ മാർക്ക് ചെയ്യണം. സമയ വ്യത്യാസം ഇവിടെ 5 മണിക്കൂറാണ്. സമയ വ്യത്യാസം 5 മണിക്കൂറാണ്. ഇനി ഞാൻ ചെയ്യുന്നത് ഒരു പ്രയാസമുള്ള കാര്യമല്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒന്ന് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. s1 ആയിട്ട് 35 അല്ലേ, അപ്പൊ 35 ഇൻറ്റു s2 ആയിട്ട് 25. താഴെ വരുന്നത് s1 മൈനസ് s2 ആണ്. അതായത് 35 മൈനസ് 25 ആണ് താഴെ നമ്മൾ നൽകേണ്ടത്. 35-ൽ നിന്ന് 25 മൈനസ് ചെയ്താൽ കിട്ടുന്നത് 10 ആണ് അല്ലെ, 10. കൂടാതെ ഇൻറ്റു ഈ സമയ വ്യത്യാസം എത്രയാണത്? 5. അപ്പൊ ഞാൻ ഇവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. s1 ആയിട്ട് 35, s2 25, s1 മൈനസ് s2 35 മൈനസ് 25 അതായത് 10, ടൈം ഇന്റർവെൽ 5 ആണ്. ഇത് ഇനി സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. 5 10 കൃത്യമായിട്ട് 2 തവണ ഹരിക്കാം. അപ്പൊ ഞാൻ 5 കൊണ്ട് 10 കട്ട് ചെയ്തു 2 തവണ. ഇനി ഇരട്ട സംഖ്യകൾ മുകളിലില്ല, അപ്പൊ നമുക്ക് ഗുണിച്ചിട്ട് 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആൻസർ ആയി 35 25 ഒന്ന് എഴുതി ഗുണിച്ച് നോക്കുക. ഗുണിക്കുമ്പോൾ കിട്ടുന്നത് 875 ആയിരിക്കും, ഡിവൈഡഡ് ബൈ 2. 875/2 ആണ്. അതായത് 875ന്റെ പകുതിയാണ്. നിങ്ങൾക്കറിയാം, അത് കാണാം, കണ്ടു നോക്കുക. 437.5 വരും, 437.5 കിലോമീറ്റർ. അതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അപ്പോ നന്നായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കുക. ഇക്വേഷനിലേക്ക് വരകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതൊന്ന് കണ്ടെത്താൻ നമുക്കൊരു 10 സെക്കൻഡിന്റെ അടുത്ത സമയം മാത്രം മതി. പക്ഷെ ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നല്ല ധാരണ വേണം കേട്ടോ. ടൈം ഇന്റർവെൽ ക്വസ്റ്റ്യൻസിനെ കാറ്റഗറൈസ് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞു. 2 വ്യത്യസ്ത സമയങ്ങളിൽ 2 വാഹനം പുറപ്പെടുന്നതാണ്. വേഗത കൂടുതൽ എപ്പോഴും രണ്ടാമത്തെ വാഹനത്തിനായിരിക്കും. അതാണ് s1 ആയിട്ട് പരിഗണിക്കുന്നത്. ടൈം ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ സമയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ 2 സമയങ്ങൾ തമ്മിലുള്ള ഇടവേളയാണ്. അതിവിടെ 5 മണിക്കൂറാണ്. ചില ചോദ്യങ്ങളിൽ ഈ ഇടവേള കൃത്യമായിട്ട് പറയും. ഇവിടെ 2 സമയങ്ങളാണ് തന്നത്, കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, നമ്മൾ കണക്കാക്കിയതാണ് 5 എന്നത്. വിരകളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് കിട്ടിയത് 437.5. ഇനി എനിക്ക് തുടക്കക്കാരുടെ പറയാനുള്ളത്, ആദ്യമായിട്ടൊക്കെ ക്ലാസ് ഇരിക്കുന്ന ആളുകൾ ഈ ഒരു ചോദ്യം കാണുന്ന സമയത്ത് ഭയപ്പെടേണ്ട.
ഒരു 2-3 തവണ ഈ ഒരു വീഡിയോ നിങ്ങൾ റിവൈൻഡ് ചെയ്തിട്ട് ഒന്ന് ഇത് കണ്ടിട്ട് ഒന്ന് നന്നായിട്ട് ധാരണ എടുക്കണം. നമ്മൾ ഇനി പറയാൻ പോകുന്ന ഒരു 2-3 ചോദ്യങ്ങൾ ഈ ടൈപ്പ് 4 വരുന്നതാണ്. അപ്പൊ ആ 4 ചോദ്യങ്ങൾ കൂടെ പരിഗണിച്ച് കഴിഞ്ഞാൽ സംഭവം തറവാവുന്നതായിരിക്കും. പക്ഷെ പേടിക്കേണ്ട, നന്നായിട്ടൊന്ന് നോക്കുക. സോ ആദ്യത്തെ ചോദ്യം നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ചോദ്യമാണ്. ഞാൻ ആ ചോദ്യം കൂടുതൽ എഴുതാൻ പോവാണ്. അത് എഴുതി കഴിഞ്ഞാൽ ആദ്യം നിങ്ങളൊന്ന് തനിച്ച് ചെയ്ത് നോക്കണം. ആ ചോദ്യം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പറയാൻ പോകുന്ന എക്സ്പ്ലനേഷൻ കിട്ടുന്നത്. അപ്പൊ ചോദ്യം എഴുതിയതിനു ശേഷം ഒന്നാം വീഡിയോ പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തനിച്ച്. കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പറയുന്ന എക്സ്പ്ലനേഷൻ ഒന്ന് കേട്ടാൽ മതി. അപ്പൊ ചോദ്യം 2014 BO പരീക്ഷയിൽ ചോദിച്ചതാണ്. ഒരു അല്പം ലെങ്തി ആയ ചോദ്യമാണ്. ചോദ്യം ഞാൻ എഴുതുന്നു, നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇങ്ങനെയാണ്. PSC പരീക്ഷ എഴുതാൻ രാജു രാവിലെ 8 മണിക്ക് PSC പരീക്ഷ എഴുതാൻ രാജു രാവിലെ 8 മണിക്ക് മോട്ടോർ ബൈക്കിൽ PSC പരീക്ഷ എഴുതാൻ രാജു രാവിലെ 8 മണിക്ക് മോട്ടോർ ബൈക്കിൽ 60 km/h വേഗത്തിൽ പുറപ്പെട്ടു. PSC പരീക്ഷ എഴുതാൻ രാജു രാവിലെ 8 മണിക്ക് മോട്ടോർ ബൈക്കിൽ 60 km/h വേഗത്തിൽ പുറപ്പെട്ടു. രാജുവിന്റെ ഹോൾ ടിക്കറ്റ് ശ്രദ്ധയിൽപ്പെട്ട സഹോദരൻ 10 മിനിറ്റിന് ശേഷം 90 km/h. രാജുവിന്റെ ഹോൾ ടിക്കറ്റ് ശ്രദ്ധയിൽപ്പെട്ട സഹോദരൻ 10 മിനിറ്റിന് ശേഷം 90 km/h വേഗതയിൽ രാജുവിനെ പിന്തുടർന്നാൽ രാജുവിന്റെ ഹോൾ ടിക്കറ്റ് ശ്രദ്ധയിൽപ്പെട്ട സഹോദരൻ 10 മിനിറ്റിന് ശേഷം 90 km/h വേഗതയിൽ രാജുവിനെ പിന്തുടർന്നാൽ എത്ര മണിക്ക് രാജുവിന് ഹോൾ ടിക്കറ്റ് ലഭിക്കും? അപ്പൊ ഞാൻ ചോദ്യം ഒന്നുകൂടെ വായിക്കുകയാണ്. PSC പരീക്ഷ എഴുതാനായിട്ട് രാജു രാവിലെ 8 മണിക്ക് മോട്ടോർ ബൈക്കിൽ 60 km/h വേഗത്തിൽ പുറപ്പെട്ടു. രാജുവിന്റെ ഹോൾ ടിക്കറ്റ് ശ്രദ്ധയിൽപ്പെട്ട സഹോദരൻ എന്ന് പറഞ്ഞാൽ ഈ രാജു ഹോൾ ടിക്കറ്റ് എടുക്കാതെയാണ് പോയത്. അപ്പൊ ആ ഹോൾ ടിക്കറ്റ് കണ്ടപ്പോ 10 മിനിറ്റിന് ശേഷം ഈ സഹോദരൻ 90 km/h വേഗത്തിൽ രാജുവിനെ പിന്തുടരുകയാണ്. രാജു ആദ്യം 8 മണിക്ക് പോയിട്ടുണ്ട്, 60 km/h വേഗത. 10 മിനിറ്റിന് ശേഷം ഹോൾ ടിക്കറ്റ് എടുത്തിട്ട് സഹോദരൻ 90 km/h വേഗത്തിൽ രാജുവിനെ പിന്തുടരുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തായാലും വേഗത കൂടുതൽ രാജുവിന്റെ സഹോദരനാണ്. കുറെ ദൂരം കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറെ സമയം കഴിഞ്ഞാൽ രാജുവിന്റെ അടുത്ത് ഈ സഹോദരൻ എത്തും, ഹോൾ ടിക്കറ്റ് കൊടുക്കും. അത് ഏത് സമയത്താണ്? അതാണ് ഇവിടുത്തെ ചോദ്യം. രാജുവിനെ പിന്തുടർന്നാൽ എത്ര മണിക്ക് രാജുവിന് ഹോൾ ടിക്കറ്റ് ലഭിക്കും? ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് തനിച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് PSC അന്ന് കൊടുത്ത ഓപ്ഷൻസ് ഇങ്ങനെയായിരുന്നു. 8:30 AM ഓപ്ഷൻ എയിൽ 8:30 AM കൊടുത്തു. 8:35 AM ആണ് ഓപ്ഷൻ ബിയിൽ കൊടുത്തത്. 9:15 AM ഓപ്ഷൻ സിയിൽ കൊടുത്തു. 8:55 AM ഓപ്ഷൻ ഡിയിൽ കൊടുത്തു. അപ്പൊ 8:30, 8:35, 9:15, 8:55 ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം എന്ന് കണ്ടുപിടിക്കുക. തനിച്ചാദ്യം ഞാൻ പറയുന്ന എക്സ്പ്ലനേഷൻ അതിനുശേഷം കേട്ടാൽ മതി. ഇനി ഞാൻ തുടങ്ങാണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ആദ്യം ഈ ചോദ്യം ശരാശരി വേഗതയാണോ അല്ലെങ്കിൽ സമയ വ്യത്യാസത്തിന്റെ ചോദ്യമാണോ എന്നുള്ളത് പരീക്ഷാ ബോർഡ് മനസ്സിലാക്കണം.
അപ്പൊ അതിനാണ് ഞാൻ പറഞ്ഞത്, നന്നായിട്ട് ശ്രദ്ധിക്കുക. രണ്ട് വേഗതകൾ ഇവിടെ ഉണ്ട്. ഒന്ന് 60 km/h, അടുത്തത് 90 km/h. അപ്പൊ കണ്ടീഷനൊക്കെ ഇവിടെ വരുന്നുണ്ട്. രണ്ടാമത്തെ വാഹനവും ഒന്നാമത്തെ വാഹനവും ഒരുമിച്ചല്ല ഇവിടെ പുറപ്പെടുന്നത്. ഒരുമിച്ചല്ല, ഒരല്പം സമയത്തിനു ശേഷമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ അങ്ങനെയാണ്, വ്യത്യസ്ത സമയങ്ങളിൽ രണ്ട് വാഹനങ്ങൾ പുറപ്പെടുന്ന ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ശരാശരി വേഗതയുടെ ചോദ്യമല്ല, അത് സമയ വ്യത്യാസത്തിന്റെ ചോദ്യമാണ്. വ്യത്യസ്ത സമയങ്ങളിൽ രണ്ട് വാഹനങ്ങൾ പുറപ്പെടുന്നതായിട്ട് ഒരു ചോദ്യത്തിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സമയ വ്യത്യാസത്തിന്റെ ചോദ്യങ്ങളായിട്ട് വേണം പരിഗണിക്കാൻ. അപ്പൊ അതിന് നമ്മൾ ആകെ ഒരു ഇക്വേഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഓർമ്മയുണ്ടോ? ഇക്വേഷൻ എങ്ങനെയായിരുന്നു? D is equal to S1 into S2 divided by S1 minus S2 divided by S1 minus S2 into സമയ വ്യത്യാസം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഇക്വേഷനിൽ പഠിച്ചത്. ഇൻറ്റു സമയ വ്യത്യാസം. S1 എന്ന് പറഞ്ഞാൽ കൂടിയ വേഗത, S2 എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വേഗത. അപ്പൊ ഈ ചോദ്യങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞാൽ S1 ആയിട്ട് നിങ്ങൾ പരിഗണിക്കേണ്ടത് 90 ആണ്, S2 ആയിട്ട് 60 ആണ്. രണ്ടാമതായിട്ട് സമയ വ്യത്യാസം ഇനി വേണം. ആ സമയ വ്യത്യാസം ഈ ചോദ്യത്തില് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. രണ്ട് സമയങ്ങളല്ല പറഞ്ഞത്. രാജു പോയി 10 മിനിറ്റിന് ശേഷമാണ് സഹോദരൻ പോകുന്നത്. അപ്പോ ആ ഇന്റർവെൽ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു എത്രയാണ്? 10 മിനിറ്റാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ചെറിയൊരു കാര്യമുണ്ട്. 90 km/h 60 km/h നമുക്ക് തന്നത്. അപ്പൊ km/h എന്ന് പറയുന്ന യൂണിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്തിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ സമയ വ്യത്യാസത്തിന്റെ യൂണിറ്റ് നിർബന്ധമായിട്ട് നമ്മൾ മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് 10 മിനിറ്റ് നടന്നത്, അപ്പൊ നമ്മൾ ആ 10 മിനിറ്റ് എത്ര മണിക്കൂറാണെന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. നിങ്ങൾക്കറിയാം, മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റാനായിട്ട് 60 കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് 10 മിനിറ്റാണ് തന്നത്, അത് എത്ര മണിക്കൂറാണെന്ന് കാണാനായിട്ട് 10/60 ചെയ്താൽ മതി. അപ്പൊ യൂണിറ്റ് സ്വാഭാവികമായിട്ട് മണിക്കൂറായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. S1 90, S2 60, ടൈം ഇന്റർവെൽ 10 മിനിറ്റ്. എന്തുകൊണ്ടാണ് 60 കൊണ്ട് ഹരിച്ചതെന്ന് ചോദിച്ചാൽ ഇവിടെ മിനിറ്റിലാണ്, മിനിറ്റിൽ പോരാ, മണിക്കൂറിൽ വേണം. മണിക്കൂറിലേക്ക് മാറ്റാനാണ് 60 കൊണ്ട് ഹരിച്ചത്. നമുക്ക് ഇത് ചെയ്ത് നോക്കാം. 90 × 60 ഡിവൈഡഡ് ബൈ S1 മൈനസ് S2 എന്ന് പറഞ്ഞാൽ 90 മൈനസ് 60 ആണ്. ഈ 90-ൽ നിന്ന് 60 കുറച്ചാൽ 30 ആണ് വരുന്നത് അല്ലെ. ഇൻറ്റു സമയ വ്യത്യാസം ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് 10/60 ആണ്. ശ്രദ്ധിക്കണം, 10/60 ആണ്. ഞാൻ ഈ താഴെയുള്ള 60-ഉം മുകളിലുള്ള 60-ഉം നേരിട്ടാണ് കട്ട് ചെയ്ത് ഒഴിവാക്കി. ഇനി ഈ 0 പരിഗണിച്ച് അതിവിടെ കട്ട് ചെയ്തു. 90-നെ 3 കൊണ്ട് ഹരിക്കാനാണ് പറഞ്ഞത്. 90-നെ 3 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് 30 കിലോമീറ്റർ ആണ് ദൂരം എന്ന് മനസ്സിലാക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, ഡിസ്റ്റൻസ് നമ്മൾ കണക്കാക്കി എത്രയാണ്? 30 കിലോമീറ്റർ ദൂരം. 30 കിലോമീറ്റർ എന്ന് പറഞ്ഞാല് രാജുവിന്റെ സഹോദരൻ ഈ രാജുവിന്റെ ഹോൾ ടിക്കറ്റ് എടുത്ത് 30 കിലോമീറ്റർ സഞ്ചരിച്ചാൽ രാജുവിന്റെ തൊട്ടടുത്തെത്തും, അല്ലെങ്കിൽ രാജുവിന്റെ അടുത്തെത്തുന്ന അർത്ഥം. രാജുവിന്റെ സഹോദരൻ രാജുവിനെ കാണാനായിട്ട് 30 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. പക്ഷെ ഇവിടെ വേണ്ടത് ഈ ദൂരമല്ല, എന്താ? സമയമാണ് നമുക്ക് വേണ്ടത്. ദൂരം കിട്ടിക്കഴിഞ്ഞാൽ സമയം നിങ്ങൾക്ക് ഈസി ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഈ ട്രയാങ്കിളിലൂടെ കാണാം. നിങ്ങളല്ലേ പഠിച്ചത്? BTS ട്രയാങ്കിളില് സമയം കാണുമെന്ന് പറഞ്ഞു. സമയം എന്ന് പറഞ്ഞാൽ T എന്ന് പറഞ്ഞാൽ T ആണ് അല്ലെ. സമയം എന്ന് പറഞ്ഞാൽ T എന്ന വേരിയബിൾ ആണ്. T കാണാനുള്ള ഇക്വേഷൻ കാണാൻ T മറച്ചു പിടിക്കാനാണ് പറഞ്ഞത്. അതായത് D/S എന്ന് വരും. D ഡിവൈഡഡ് ബൈ S എന്ന് വരും. D എന്ന് പറഞ്ഞാൽ എന്താ? ദൂരമാണ്. ഇവിടെ ഉണ്ടല്ലോ ദൂരം 30 അല്ലെ. 30 ഡിവൈഡഡ് ബൈ, ഇനി S ആണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. S എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സ്പീഡ് അഥവാ വേഗതയാണ്. അപ്പൊ ഈ ചോദ്യങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞാൽ രണ്ട് വേഗത ഈ ചോദ്യത്തിലുണ്ട്. രണ്ട് വേഗത, ഒന്ന് 60-ഉം അടുത്തത് 90-ഉം. അപ്പോ ആദ്യമായി ക്ലാസ് ഇരിക്കുന്ന ആളുകൾക്ക് ഏത് വേഗതയാണ് ഇവിടെ സമയം കാണാനായിട്ട് S-ന് നൽകേണ്ടതെന്നുള്ള ചെറിയൊരു സംശയത്തില്. അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇതുപോലെ എക്സാക്ട് ടൈം, കൃത്യസമയം കണക്കാക്കാനുള്ള ചോദ്യത്തിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള വേഗത ഏതും നൽകാം. അതായത് 90 വേണമെങ്കിൽ ചെയ്യാം, 60 വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ള വേഗതാണോ അത് ഉപയോഗിച്ച് നമുക്ക് എക്സാക്ട് ടൈം കണ്ടുപിടിക്കാം. ഞാനിവിടെ 60 പരിഗണിച്ചു എന്ന് കരുതുക. 30/60 അല്ലെ. 30/60 എന്ന് പറഞ്ഞാൽ അത് വെട്ടിച്ചുരുക്കിയാൽ 1/2 കിട്ടും. അതായത് അരമണിക്കൂർ അല്ലെ. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ 30 മിനിറ്റ് എന്നാ പറയാ. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ്. ഇനി നമുക്ക് ഈ എക്സാക്ട് ടൈം കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതെങ്ങനെയാണ് ശ്രദ്ധിക്കാം. ഇവിടെ S ഞാൻ നൽകിയ വേഗത 60 ആണ്. 60 ആണ് അല്ലെ. 60 ആരുടെ വേഗതയാ? 60 രാജുവിന്റെ വേഗതയാണ്. അപ്പൊ ഈ രാജു പുറപ്പെട്ട സമയം 8 AM ആണ്.
8 AM പുറപ്പെട്ട് അരമണിക്കൂർ സഞ്ചരിച്ചപ്പോൾ ഹോൾ ടിക്കറ്റ് കിട്ടിയെന്ന് അർത്ഥം. 8 AM സഞ്ചരിച്ച് 60 മിനിറ്റ് സഞ്ചരിച്ചപ്പോൾ 30 മിനിറ്റ് സഞ്ചരിച്ചപ്പോൾ ഹോൾ ടിക്കറ്റ് കിട്ടി എന്ന് പറഞ്ഞാൽ സമയം നിങ്ങൾക്ക് കിട്ടി. എത്രയാണ്? 8:30 AM ആണ്. 8:30 AM കൃത്യസമയം ആൻസർ കിട്ടി കേട്ടോ. 8:30 ആണ്. ഇനി ഞാൻ പറഞ്ഞു എസ് നിങ്ങൾക്ക് കംഫർട്ടിനനുസരിച്ച് ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം, ഉത്തരത്തിൽ വ്യത്യാസം കാണില്ല. 60 എടുത്ത് ചെയ്തപ്പോൾ അരമണിക്കൂർ സമയം കൊണ്ട് രാജുവിന്റെ ഹോൾ ടിക്കറ്റ് കിട്ടി. 8:30 AM ആണ്. ഇനി ഇവിടെ 90 പരിഗണിച്ച് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് ശ്രദ്ധിക്കുക. 30/90 അങ്ങനെ എഴുതുന്നത് സീറോസ് ക്യാൻസൽ ചെയ്തു. 3/9 ഷോർട്ട് ആക്കിയാൽ 1/3 എന്ന് പറഞ്ഞാൽ 1/3 മണിക്കൂർ. ഒരു മണിക്കൂറിനെ 3 തുല്യ കഷ്ണങ്ങളാക്കിയാൽ അതിൽ ഒരു ഭാഗം അർത്ഥം. അങ്ങനെയാണെങ്കിൽ 1/3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത് എത്ര മിനിറ്റാണ്? ഒരു മണിക്കൂറിനെ 3 തുല്യ ഭാഗങ്ങളാക്കിയാൽ ഓരോന്നും 20 മിനിറ്റ് വീതമല്ലേ വരുന്നത്. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. 3 തുല്യ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ്. അതായത് 1/3 അവർ എന്ന് പറഞ്ഞാൽ അത് 20 മിനിറ്റ് ആണ്. ഇനി നമുക്ക് എക്സാക്ട് ടൈം കണ്ടുപിടിക്കാം. അവിടെ ശ്രദ്ധിക്കണം, 90 ആണ് ഞാൻ എടുത്ത വേഗത. ഈ 90 ആരുടെ വേഗതയാ? 90 രാജുവിന്റെ വേഗതയല്ല, രാജുവിന്റെ സഹോദരന്റെ വേഗതയാണ്. ഈ രാജുവിന്റെ സഹോദരൻ പുറപ്പെട്ട സമയം നമ്മൾ മാർക്ക് ചെയ്യണം. രാജു പുറപ്പെട്ടത് 8 മണിക്കാണ്. 10 മിനിറ്റിനു ശേഷമാണ് രാജുവിന്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ 8:10 സഹോദരൻ പുറപ്പെട്ടത്. പ്ലസ് എത്ര സമയം സഞ്ചരിച്ചു? 20 മിനിറ്റ് സഞ്ചരിച്ചു. 8:10 പുറപ്പെട്ട ആൾ 20 മിനിറ്റ് സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ 8:30 ഹോൾ ടിക്കറ്റ് കൈമാറിയത്. സോ ഇവിടെ ആൻസർ വന്നത് 8:30 AM ആണ്. ഇതിന്റെ ശരി ഉത്തരം 8:30 AM ആണ്. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയാൻ നന്നായിട്ട് ശ്രദ്ധിക്കാം. 2 വാഹനങ്ങൾ വ്യത്യസ്ത സമയങ്ങളിൽ പുറപ്പെട്ട ഒരു ചോദ്യമാണ്. ആദ്യം നമ്മൾ ഡിസ്റ്റൻസ് കണ്ടു, ടൈം ഇന്റർവൽ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 10 മിനിറ്റ് പരിഗണിക്കരുത്. 10 മിനിറ്റിനെ മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യണം. 60 കൊണ്ട് ധരിച്ചിട്ട് അങ്ങനെ ചെയ്തപ്പോൾ ദൂരം 30 കിലോമീറ്റർ കിട്ടി. ഇനി കൃത്യസമയം ചോദിച്ച ഒരു ചോദ്യത്തിൽ എക്സാക്ട് ടൈം, പോയിന്റ് ഓഫ് ടൈം അത് ചോദിച്ച ഒരു ചോദ്യത്തിൽ നിങ്ങൾക്ക് ടൈം കാണാൻ V/S എന്ന് പറയുന്ന ഇക്വേഷനിൽ എസിന്റെ സ്ഥാനത്ത് തന്നിരിക്കുന്നതിനെ ഏത് വേണമെങ്കിലും നൽകാം. ഉത്തരത്തിൽ വ്യത്യാസം കാണില്ല, കംഫർട്ടിനനുസരിച്ചാണ്. പക്ഷേ ഏത് വേഗതയാണോ നമ്മൾ നൽകിയത് അത് ആരുടെ വേഗതയാണോ അയാൾ പുറപ്പെട്ട സമയത്തിൽ നിന്നാണ് ബാക്കി സമയം കൂട്ടേണ്ടത്. 60 കൊടുത്തപ്പോൾ 8 മണിയിൽ നിന്നും 30 മിനിറ്റ് ആണ്. 30 കൊടുത്തപ്പോൾ 8:10 നിന്നും 20 മിനിറ്റ് ആണ്. ആൻസർ സെയിം ആണ്, 8:30 AM. ശ്രദ്ധിക്കുക, സമയ വ്യത്യാസത്തിന് 2 ചോദ്യങ്ങളായി. ഇനി മൂന്നാമതായിട്ട് PSC ചോദിച്ച ഒരു മുൻകാല ചോദ്യമാണ്. ഇപ്പൊ ചോദ്യം ഇങ്ങനെയാണ്: മോഷ്ടിച്ച കാറുമായി 90 km/h വേഗതയിൽ പുറപ്പെട്ട ഒരു കള്ളനെ 1 മണിക്കൂറിനു ശേഷം 150 km/h വേഗത്തിൽ പോലീസ് പിന്തുടർന്നാൽ 150 km/h വേഗത്തിൽ പോലീസ് പിന്തുടർന്നാൽ എത്ര സമയം യാത്ര ചെയ്ത് പോലീസിന് കള്ളനെ പിടിക്കാം? എത്ര സമയം യാത്ര ചെയ്ത് പോലീസിന് കള്ളനെ പിടിക്കാം? അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഈ ചോദ്യം ഒന്ന് കാറ്റഗറൈസ് ചെയ്യണം. ആദ്യം ഒരു വാഹനം പോകുന്നു, വേഗത 90 km/h. രണ്ടാമതായിട്ട് മറ്റൊരു വാഹനം പോകുന്നു 150 km/h വേഗതയിൽ. ഇത് രണ്ടും ഒരുമിച്ചല്ല പോകുന്നത്. ഒന്ന് പോയി 1 മണിക്കൂറിന് ശേഷമാണ് രണ്ടാമത് പോകുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി വ്യത്യസ്ത സമയങ്ങളിൽ 2 വാഹനങ്ങൾ പുറപ്പെടുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ചോദ്യം നമ്മൾ പരിഗണിക്കുക സമയ വ്യത്യാസത്തിന്റെ ചോദ്യമായിട്ടാണ്. അപ്പൊ നമ്മൾ കാണേണ്ടത് സമയ വ്യത്യാസത്തിൽ നമ്മൾ പഠിച്ച ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാണ്. അപ്പൊ ഇങ്ങനെ വരും: D = S1 × S2 ഡിവൈഡഡ് ബൈ S1 - S2 into സമയ വ്യത്യാസം. ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ അല്ലേ? S1 × S2 ഡിവൈഡഡ് ബൈ S1 - S2 into സമയ വ്യത്യാസം. S1 എന്ന് പറഞ്ഞാൽ കൂടിയ വേഗത ഇവിടെ 150 ആണ്. S2 കുറഞ്ഞ വേഗത എത്രയാണത്? 90 ആണ്. സമയ വ്യത്യാസം കൃത്യമായിട്ട് ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് 1 മണിക്കൂറാണ്. 1 മണിക്കൂർ കഴിഞ്ഞാണ് രണ്ടാമത്തെ വാഹനം പോകുന്നത്. 1 മണിക്കൂറാണ് സമയ വ്യത്യാസം. ഇനി നമുക്ക് ഇതിൽ ഡിസ്റ്റൻസ് ഒന്ന് കണ്ടു നോക്കാം. ഇങ്ങനെയാണ്: 150 × 90 ഡിവൈഡ് ബൈ 150 നിന്നും 90 കുറച്ച് വരുന്ന സംഖ്യയാണ് S1 - S2. അങ്ങനെ കുറച്ചാൽ 60 എന്ന് കിട്ടും. ഇൻറ്റു സമയ വ്യത്യാസം 1 ആണ്. ഇതാ ഞാൻ ഇങ്ങനെയാണ് നൽകിയത്. ഇനി പൂജ്യങ്ങൾ നമുക്ക് വെക്കാം. ഇതാ 0 ഞാൻ ഇവിടെ വെട്ടി. 6 കൊണ്ട് കൃത്യമായി 90 ഹരിക്കാൻ സാധിക്കും 15 തവണ. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ ഗുണിച്ചിട്ട് ഹരിക്കാം. ഞാനിങ്ങനെ വെട്ടി ചെറുതാക്കിയതാണ്. ഈ പൂജ്യങ്ങൾ ആദ്യം വെട്ടി 6 90 15 തവണ. ഇനി 15 × 15 × 1 15 × 15 225 ആണ്. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 235 km. അതായത് പോലീസിന്
കള്ളന്റെ അടുത്തെത്താൻ സഞ്ചരിക്കേണ്ടത് 225 കിലോമീറ്റർ ദൂരമാണ്. 225 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ രണ്ടുപേരും ഒരുമിച്ച് വരും. പക്ഷെ ഇവിടെ ഈ ദൂരമല്ല കാണേണ്ടത്, നമുക്ക് പോലീസ് എത്ര സമയം യാത്ര ചെയ്ത് കള്ളനെ പിടിക്കും എന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നമുക്ക് കൃത്യസമയം വേണ്ട, എക്സാക്ട് ടൈം വേണ്ട, പോയിന്റ് ഓഫ് ടൈം വേണ്ട, ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ്. എത്ര സമയം യാത്ര ചെയ്യണം, യാത്ര ചെയ്യാൻ വേണ്ട സമയത്തിന്റെ ദൈർഘ്യമാണ് നിങ്ങളുടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അങ്ങനെ കാണുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു ടൈം കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ എടുക്കുക, d/s ആണ്. ആ ട്രയാങ്കിൾ വരച്ചാൽ മനസ്സിലാവും ടൈം കാണാൻ d/s ആണ്. d കണ്ടുപിടിച്ചു എത്രയാണ്? 225 ആണ്. താഴെ s അല്ലേ. s എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതാണ് എക്സാക്ട് ടൈം, പോയിന്റ് ഓഫ് ടൈം, കൃത്യസമയം. അത് കാണാനുള്ള ചോദ്യത്തിൽ ഏത് വേഗത വേണമെങ്കിലും എസിന് പരിഗണിക്കാം. പക്ഷെ ഇവിടെ ഡ്യൂറേഷൻ ഓഫ് ടൈം, സമയത്തിന്റെ ദൈർഘ്യമാണ് കാണേണ്ടതെങ്കിൽ അങ്ങനെ തോന്നിയതുപോലെയുള്ള വേഗത നമ്മൾ കൊടുക്കാൻ പാടില്ല. ചോദ്യം ശരിക്കും വായിക്കണം. പോലീസിന് എത്ര സമയം യാത്ര ചെയ്യണം, അതല്ലേ ചോദ്യത്തിന്റെ അർത്ഥം. പോലീസിന് യാത്ര ചെയ്യാൻ വേണ്ട സമയം. അപ്പൊ പോലീസിന്റെ സമയം കാണാൻ പോലീസിന്റെ വേഗത നൽകണം. പോലീസിന്റെ വേഗത 150 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരിക്കലും 90 നൽകാൻ പാടില്ല, 150 തന്നെ വേണം നൽകാനായിട്ട്. സോ ശ്രദ്ധിക്കാം, കൃത്യസമയം കാണേണ്ട ചോദ്യമാണെങ്കിൽ ഏത് വേഗതയും നൽകാം. കൃത്യസമയമല്ല, ഇത് ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ്. അപ്പൊ ആരുടെ സമയമാണ് ചോദ്യം? പോലീസിന്റെ സമയമാണ്. അതുകൊണ്ട് പോലീസിന് വേഗത നൽകിയിട്ടുണ്ട്. ഇതിൽ ലഘൂകരിച്ചാൽ 225 150 കൊണ്ട് ഹരിക്കുകയാണ് ഞാൻ. ഇത് രണ്ടും 15 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യയാണ്. 15ന്റെ സ്ക്വയർ ആണിത് 225. 225 15 തവണ തന്നെ പോകും. 150 15 10 തവണ. 10 × 15 ആണ് 150. 15 × 15 ആണ് 225. ഈ 15നെ 10 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് അറിയാം 1.5 നൽകുന്നത് അല്ലേ. അപ്പൊ സമയം വരുന്നത് എത്രയാണ്? 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത് 1.5 മണിക്കൂറാണ്. 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ നമ്മൾ എഴുതാനുള്ളത് ഇങ്ങനെയാണ്: 1 മണിക്കൂർ 30 മിനിറ്റ് അല്ലെ. 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ, അതായത് 1 മണിക്കൂർ 30 മിനിറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ കൃത്യസമയം. പോലീസിന് കള്ളനെ പിടിക്കാനായിട്ട് 1 മണിക്കൂർ 30 മിനിറ്റ് സമയം യാത്ര ചെയ്യണം. അപ്പൊ ഒരിക്കൽ കൂടി പറയാണ്, രണ്ട് വാഹനങ്ങൾ വ്യത്യസ്ത സമയങ്ങളിൽ പുറപ്പെട്ടത് കൊണ്ട് ആദ്യം നമ്മൾ ദൂരം കണ്ടുപിടിച്ചു, ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഡിസ്റ്റൻസ് s1 × s2/s1 - s2 സമയ വ്യത്യാസം എന്ന ഇക്വേഷനാണ് കണ്ടത്. 225 കിലോമീറ്റർ ആണ്. ഇവിടെ ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ്, സമയത്തിന്റെ ദൈർഘ്യമാണ് കാണുന്നത്. അതും പോലീസിന് വേണ്ട സമയമാണ്. അതുകൊണ്ട് d/s ന് പോലീസിന്റെ വേഗതയായ 150 നമ്മൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ ചെയ്തപ്പോൾ 1.5 മണിക്കൂർ അഥവാ 1.5 മണിക്കൂർ നീട്ടി. 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 30 മിനിറ്റ് ആണ്.